നമസ്കാരം. കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് അമേരിക്ക ഇറാനുമായി യുദ്ധം ആരംഭിച്ചത്. ഇപ്പോഴും യുദ്ധം ശരിക്കും ഇടയ്ക്ക് ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ തിങ്കളാഴ്ച അവസാനിച്ചിരിക്കുന്നു. ഇപ്പോഴും യുദ്ധമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും ആർക്കും യാതൊരു ഉറപ്പുമില്ല. അമേരിക്കയിലെ ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള പ്രതിഷേധവും എതിർപ്പുമാണ് ഈ ഒരു യുദ്ധത്തോട് യുദ്ധം ആരംഭിച്ച് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ തന്നെ തുടങ്ങിയത്. എന്തിനാണ് ഞങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു യുദ്ധം ചെയ്യുന്നത് എന്ന് ജനങ്ങൾ ചോദിച്ചു തുടങ്ങി. ഡൊണാൾഡ് ട്രംപിൻ്റെ സ്വന്തം പാർട്ടിക്കാർ ചോദിച്ചു തുടങ്ങി. വലിയ തോതിലുള്ള നഷ്ടം അമേരിക്കയ്ക്ക് സംഭവിച്ചു എന്ന് പിന്നീട് അവിടുത്തെ മാധ്യമങ്ങൾ പോലും വെളിപ്പെടുത്തി. അതായത് അവരുടെ ആയുധ ശേഖരത്തിൽ പോലും വലിയ തോതിലുള്ള കുറവുണ്ടായി എന്നുള്ളതാണ് സത്യം. നാളെ ഒരുപക്ഷെ ഏതെങ്കിലും വൻശക്തികൾ ചൈനയോ റഷ്യയോ ഒക്കെ തന്നെ അമേരിക്ക ആക്രമിക്കാൻ എത്തിയാൽ അവരെ നേരിടുന്നതിന് വേണ്ടി പോലും അമേരിക്ക മറ്റു രാജ്യങ്ങളിലുള്ള അവരുടെ സൈനിക താവളങ്ങളെ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആയുധങ്ങൾ പോലും തീർന്നുപോയി എന്നാണ് പറയപ്പെടുന്നത്. ഇനിയും ഈ നഷ്ടപ്പെട്ട ആയുധങ്ങൾ വീണ്ടും നിർമ്മിച്ചെടുക്കാൻ ഒരുപാട് സമയമെടുക്കുമെന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഈ യുദ്ധത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കണക്ക് സംബന്ധിച്ച് കുറേ നാൾ വരെയും അവ്യക്തത നിലനിന്നിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസമാണ് വാഷിങ്ടൺ പോസ്റ്റ്, ലോകത്തെ ഏറ്റവും പ്രശസ്തമായ മാധ്യമങ്ങളിലൊന്നായ വാഷിങ്ടൺ പോസ്റ്റ് ഇത് സംബന്ധിച്ച കൃത്യമായ ആധികാരികമായ ഒരു കണക്ക് പുറത്തുവിടുന്നത്. അതായത് യുദ്ധം ആരംഭിച്ചത് മുതൽ തന്നെ ഇതുവരെ ഏതാണ്ട് 750-ലധികം പേർക്ക് സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇത് 774 വരെ ആകാം എന്നും പറയുന്നുണ്ട്. ഏതായാലും കൃത്യമായ കണക്ക് ലഭ്യമല്ലെങ്കിലും 750-നും 780-നും ഇടയിൽ സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അവർ പല സ്ഥലങ്ങളിൽ ചികിത്സയിലായിരിക്കാം. 18 പേരാണ് ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. ആവശ്യമില്ലാതെ ഒരു യുദ്ധത്തിന് ഇറങ്ങി ഇത്രയും വലിയ തിരിച്ചടി നേടേണ്ടതുണ്ടായിരുന്നോ എന്നാണ് ഇപ്പോൾ ഈ മാധ്യമം ചോദിക്കുന്നത്, ജനങ്ങളും ചോദിക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം അനിശ്ചിതമായി നീളുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച വരെയാണ് വെടിനിർത്തൽ തീരുമാനം ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങോട്ട് വെടിനിർത്തൽ നീളുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ മറുപടി പറഞ്ഞിരുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ പ്രധാനമായും ചിന്തിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലുള്ള അവരുടെ സൈനിക താവളങ്ങളുടെ പ്രവർത്തനശേഷി ചുരുക്കണം എന്ന് തന്നെയാണ്. കാരണം ഇറാൻ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തി ബഹ്റൈനിലും കുവൈറ്റിലും എല്ലാമുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തിയിരുന്നു. പലതും തകർന്നു പോയിരുന്നു. ഈ തകർന്നു പോയതും തന്നെ ഇനി പുനർനിർമ്മിക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്കും അമേരിക്ക സർക്കാർ എത്തിയിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇനി അത് പുനർനിർമ്മിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം അവിടങ്ങളിലുള്ള സൈന്യത്തിൻ്റെ ശക്തി കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് അമേരിക്കയുടെ പുതിയ പ്ലാൻ എന്നും പറയപ്പെടുന്നുണ്ട്. പല പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെയും സുരക്ഷാ ചുമതല അമേരിക്ക ഏറ്റെടുത്തത് പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ്. പക്ഷേ അത് വന്ന് തങ്ങൾക്ക് ഗുണത്തേക്കാളേറെ ദോഷമാണ് വരുത്തിയതെന്നും കൂടുതൽ ചെലവ് അതിലേക്ക് വന്നുവെന്നുമുള്ള ആരോപണങ്ങൾ ഉയരുന്നു. മാത്രമല്ല അമേരിക്കയുടെ സൈനിക ശേഷി ഈ ഇറാന് വേണ്ടി ഇങ്ങനെ കളയേണ്ട കാര്യമുണ്ടായിരുന്നു. അതല്ലെങ്കിൽ ഇറാൻ പോലെ അമേരിക്കയ്ക്ക് മുന്നിൽ നിസ്സാരമായ ഒരു രാജ്യത്തെ ഇത്രയും നാൾ ആക്രമിച്ചിട്ട് എന്തുകൊണ്ട് കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല തുടങ്ങിയ ചോദ്യങ്ങൾ സ്വന്തം രാജ്യത്ത് തന്നെ ഉയരാൻ തുടങ്ങിയപ്പോഴായിരിക്കാം ഇപ്പോൾ ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിടുന്നതും ഭാവി പരിപാടികൾ എന്തൊക്കെയാണ് എന്ന് വാഷിങ്ടൺ പോസ്റ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. അമേരിക്ക പുറത്തുവിട്ട ഈ സൈനികരെക്കുറിച്ചുള്ള കണക്കുകൾ ശരിയല്ല എന്നുള്ള ആരോപണവുമായി നേരത്തെ മറ്റു ചില സൈനികർ തന്നെ രംഗത്തെത്തിയിരുന്നു. കുവൈറ്റിൽ ഈയിടെ ഇറാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അമേരിക്കൻ സൈനികരുടെ എണ്ണം സംബന്ധിച്ച് അമേരിക്ക കള്ളക്കണക്കാണ് പുറത്തുവിട്ടത് എന്നുള്ള ആരോപണവുമായി സൈന്യത്തിലെ ചില ഉദ്യോഗസ്ഥന്മാർ രംഗത്തെത്തിയത് വലിയ തോതിലുള്ള വിവാദം സൃഷ്ടിച്ചിരുന്നു. ഏതായാലും ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വല്ലാത്തൊരു പ്രതിസന്ധിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ യുദ്ധത്തിലൂടെ ചെന്ന് പെട്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് ഈ ഗൾഫ് രാജ്യങ്ങളിലുള്ള സൈനിക താവളങ്ങൾ പുതുതായി ഒന്നും തന്നെ നിർമ്മിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനമെടുത്തതൊക്കെ തന്നെ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ്. അമേരിക്കയ്ക്ക് ഏറ്റവും അധികം തിരിച്ചടികൾ നേരിട്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടത്തിലൂടെ കടന്നു പോകുന്നത്. ഇവർ ചെന്ന് തലയിടുന്നിടത്തെല്ലാം തന്നെ ശക്തമായ തോതിലുള്ള തിരിച്ചടി ലഭിക്കുന്നു. തങ്ങൾ നിസ്സാരന്മാരെന്ന് കരുതിയിരുന്ന പലരും തങ്ങളെക്കാൾ ശക്തരോ അല്ലെങ്കിൽ തങ്ങൾക്കൊപ്പമുള്ള ശക്തിയുള്ള എതിരാളികളാണ് എന്നുള്ള സത്യം അമേരിക്ക മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ ഈ പരിക്കേറ്റവരുടെ കണക്ക് പുറത്തു വിടുന്നത്. ഇത് അമേരിക്കൻ ജനതയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ടാക്കുമെന്ന് ഉറപ്പാണ്. അമേരിക്കയുടെ യുദ്ധക്കപ്പലായ USS എബ്രഹാം ലിങ്കൺ മാസങ്ങളായി, ഏതാണ്ട് ഒരു വർഷത്തോളമായി നടുകടലിൽ അവിടുത്തെ നാവികർക്ക് പുറത്തു പോകാൻ പോലും സൗകര്യമില്ലാതെ അവിടുത്തെ വളരെ ശോചനീയമായ അവസ്ഥയിൽ കഴിയുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതിനുശേഷം വലിയ തോതിൽ മാധ്യമങ്ങളിൽ വാർത്ത പുറത്തുവിട്ട ഒരു അവസരത്തിൽ പിന്നീട് അമേരിക്ക മറ്റൊരു കപ്പലിലെ നാവികരെ അയക്കുകയും ഇവരെ തിരികെ വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്രത്തോളം ദുരിതമായിരുന്നു ഇങ്ങോട്ട് വന്ന ഈ യുദ്ധക്കപ്പലിൽ വന്ന സൈനികർ അനുഭവിച്ചതെന്നുള്ളതിൻ്റെ ദൃശ്യങ്ങൾ പോലും പിന്നീട് പുറത്തു വരുന്നൊരു സാഹചര്യമുണ്ടായി. ഇതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു എന്നാണ് ജനങ്ങൾ ട്രംപിനോട് ചോദിക്കുന്നത്. ഇതിന് ട്രംപിന് കൃത്യമായി മറുപടി പറയാനും ഇല്ല. ഇറാനെ എളുപ്പത്തിൽ തോൽപ്പിക്കാൻ 2 ആഴ്ച കൊണ്ട് തങ്ങൾ തോൽപ്പിക്കുമെന്ന് വീരസ്യം പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയ ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ഇപ്പോൾ ആഴ്ചതോറും തൻ്റെ നിലപാടുകൾ മാറ്റി പറയുന്നത് കൊണ്ട് തന്നെ ഇതിലെന്താണ് സംഭവിക്കുന്നത് എന്ന് ആർക്കും വ്യക്തവുമല്ല. അപ്പോൾ എന്താണെങ്കിലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പുറത്തു വരുന്ന ഈ പരിക്കേറ്റ സൈനികരുടെയും മരിച്ച സൈനികരുടെയൊക്കെ കണക്ക് എന്ന് പറയുന്നത് അവർക്ക് ഏറെ വിഷമമുണ്ടാക്കുന്നതാണെന്നുള്ള ഉറപ്പാണ്. അതേസമയം
ഇതിൽ കൂടുതൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ, ഇതിൽ കൂടുതൽ സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ടോ, ഇതിൽ കൂടുതൽ ആൾ കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇപ്പോഴും രഹസ്യമാണ്. കാരണം അമേരിക്കയുടെ പല കാര്യങ്ങളും അങ്ങനെയാണ്. പക്ഷേ വാഷിങ്ടൺ പോസ്റ്റ് പോലെയുള്ള ഒരു വിശ്വാസ്യതയുള്ള മാധ്യമം ഇത്തരത്തിലുള്ള ഒരു വാർത്ത പുറത്തു വിടുമ്പോൾ അതിനെ ആരും അവിശ്വസിക്കേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപിന് ഇതിൻ്റെ എല്ലാം പേരിൽ ഏറെ പഴികേൽക്കേണ്ടി വരും എന്നുള്ള കാര്യവും ഉറപ്പാണ്.